2009 ബിജെപിയിൽ നിന്നും കോൺഗ്രസ് പിടിച്ചടക്കിയ മണ്ഡലമാണ് ബറേലി. പ്രവീൺ സിംഗ് ആരോൺ എന്ന യുവ നേതാവിനെയാണ് ബിജെപിയുടെ തലമുതിർന്ന നേതാവ് സന്തോഷ് ഗാംഗാറിനെതിരെ കോൺഗ്രസ് രംഗത്തിറക്കിയത്. ആരോണിന് പക്ഷേ തട്ടകത്തിൽ പിടിച്ചു നിൽക്കാനാവുന്നില്ല. 2010 ബാരാബഫാത്ത് കലാപവും 2012 റമദാൻ മാസത്തെ കലാപവുമാണ് ബറേലിയിൽ നഷ്ടപ്പെട്ട ജനപിന്തുണ ബിജെപിക്ക് തിരികെ നൽകുന്നത്. മാധ്യമങ്ങൾക്ക് മുമ്പാകെ ബിജെപിയെ കുറ്റപ്പെടുത്തുന്നുണ്ടെങ്കിലും പൊതുജനമധ്യ വർഗീയതയ്ക്കെതിരെ തുറന്ന നിലപാട് സ്വീകരിക്കാൻ ആരോണിന് കഴിയുന്നില്ല. BJP or its parent organizations are somewhere directly or indirectly behind these activities. ഹിന്ദു മുസ്ലിം ബന്ധങ്ങളുടെ മികച്ച മാതൃക നിലനിന്ന ബറേലിയിൽ ഫസലുർ റഹ്മാൻ എന്ന പഞ്ചാബി മുസ്ലിം മുൻകൈയെടുത്ത് നിർമ്മിച്ച ക്ഷേത്രം പോലുമുണ്ട്. ഹിന്ദു മുസ്ലിം ബന്ധങ്ങളുടെ കാലത്തിന് മായ്ക്കാനാവാത്ത ഉദാഹരണമാണിതെന്ന് പഴയ തലമുറയിലുള്ളവർ ഓർക്കുന്നു. 2010 2012 കലാപങ്ങൾക്കു ശേഷം ചിത്രം മാറി. ചുന്നാമിയാൻ ക്ഷേത്രത്തിന് മുമ്പിൽ പോലും ഹർ ഹർ മോഡി മുദ്രാവാക്യമാണ് ഇപ്പോഴും ഉയരുന്നത്. നേരത്തെ മുലായം സിംഗിനെ പിന്തുണച്ചവർ ഇന്ന് നിലപാട് മാറ്റിപ്പറയുകയാണ്. हर हर महादेव। मैं मुलायम सिंह के भैया नहीं हूँ, वो मेरा लड़का है। हमें क्या मतलब किसी से? भाई जिसे डालना है उसे डालना है। तुम्हारे भैया को डाल देंगे, मुलायम सिंह को. സമാജ്വാദി സർക്കാർ അധികാരത്തിലേറിയതിനു ശേഷം ഉത്തർപ്രദേശിൽ ചെറുതും വലുതുമായ 400ഓളം കലാപങ്ങൾ നടന്നതായാണ് റിപ്പോർട്ടുകൾ. ബറേലിയിലും സമീപ മണ്ഡലങ്ങളായ ഫിലിപ്പിത്തിലും ബഹ്റായിച്ചിലുമൊക്കെ ഈ ധ്രുവീകരണ സമവാക്യങ്ങളാണ് ഇത്തവണ ജനവിധി നിർണ്ണയിക്കുന്നത്. ക്യാമറാമാൻ ഹരിബി നായർക്കൊപ്പം എ റഷീദുദ്ദീൻ, മീഡിയ 1.